നമസ്കാരം. ഞാൻ ഇന്ന് കേരള മ്യൂസിയം എറണാകുളത്താണ് ഗ്ലോബൽ ഇന്ത്യൻ ന്യൂസ് എത്തിയിരിക്കുന്ന ഹാപ്പിനെസ് മാജിക് ബൈ ഹരി കപൂം 2025. എന്താണ് ഈ കപൂം? അഴി അഴൽ അഴി അഴി ആഴി അഴൽ അഴി 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 അഴൽ ഇതൊരു ബ്രില്യൻ തോട്ട് പ്രോസസ്സിൽ നിന്നുണ്ടായതാണ്. ഇറ്റ് ഈസ് എ അൺടോൾഡ് സ്റ്റോറി ഓഫ് സഫറിംഗ്, മേ ബി എ ബ്രില്യൻ resilience of some people in Alleppey and Cochin area. So it's curated by one of my friends, Dr. Radha Gomati, and he's an artist. He's a visionary, a leader in many respects. നമ്മളെപ്പോഴും സമൂഹവും സാമൂഹ്യ പ്രതിബദ്ധതയും സേവനവും സമചിത്തതയും സാഹോദര്യവും നമ്മൾ എല്ലാവരും പറയാറുണ്ട്. പക്ഷെ ഈ സാമൂഹ്യ പ്രതിബദ്ധത എന്നത് എല്ലാവർക്കും പെട്ടെന്ന് പറയാൻ എളുപ്പമാണ്. എത്രത്തോളം പ്രതിബദ്ധത ഉണ്ടോ എന്ന കാര്യം സംശയമാണ്. പക്ഷെ ഇതൊരു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഒരു റിയാലിറ്റിയെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രോജക്റ്റാണ് ഞാൻ മനസ്സിലാക്കുന്നു. ഇതിൻ്റെ ആർട്ടിസ്റ്റും ക്യൂറേറ്ററും ഇത് തുടങ്ങി വെച്ചവരും ഇത് പങ്കാളിയായവരും ഉള്ളൊരു സമൂഹത്തുമാണ് എൻ്റെ മുമ്പിലുള്ളത്. അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം എന്ന് കണ്ടു. അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതിനോട് ചോദിക്കും. ക്യൂറേറ്റർ ശരി, മിസ് രാധ ഗോമതിയാണ് ഇതിന്റെ curator and director and the script writer of this project. Could you please briefly tell about the project? Then I will come back to the backbone of this product. Malayalam by കപൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ കത്തുന്ന ഭൂമി മലയാളം എന്ന ഒരു പദത്തിന്റെ ഒരു ചുരുക്ക വാക്യമാണ്. അതുപോലെ തന്നെ കുറച്ചുകൂടി ഒരു ആശാവഹമായിട്ട് കാണുകയാണെങ്കിൽ കപൂം ഇസ് ഓൾസോ കലാകാരരുടെ ഭൂമി മലയാളം. കലാകാരർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചിലപ്പോൾ ചിത്രം വരച്ചു എന്നോ നൃത്തം വെച്ചോ എന്നൊന്നും ഇരിക്കില്ല. പക്ഷെ കലാകാരർ അല്ലെങ്കിൽ കാവ്യാത്മകമായിട്ടുള്ള ഒരു മനസ്സിന്റെ ലക്ഷണം അത് എപ്പോഴും ഒരു തുറസ് അവിടെ സൂക്ഷിക്കും. എപ്പോഴും അത് ഇന്നത് ഇതുപോലെ തന്നെ ഇരിക്കുള്ളൂ എന്ന് വിചാരിക്കാതെ വേറെയും വിധത്തിൽ ഇത് വിഭാവനം ചെയ്യാൻ പറ്റും, സങ്കല്പിക്കാൻ പറ്റും, ചിന്തിക്കാൻ പറ്റും. മാത്രമല്ല കരുണയുള്ളതും എന്താ പറയാ ഒരു ഭൂതതയെ എല്ലാം ഉള്ള ഒരു ഇടം, ഇതിനെ വിഭാവനം ചെയ്യാനും ഉൾക്കൊള്ളാനുമുള്ള ഒരു ശക്തി ആർക്കുണ്ടോ അവിടെയൊക്കെ കലിയൻ. അപ്പൊ ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് കപൂം എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പൊ ഈ ഒരു എഡിഷൻ ആഴി അഴി അഴൽ എന്നാണ് അതിനകത്ത് വരുന്ന സബ് ലിഖിതങ്ങള്. ഇത്തവണ അത് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഇത്രയും തിളങ്ങി നിൽക്കുന്ന ഈ കൊച്ചിയിൽ തന്നെ 20,000 കുടുംബങ്ങൾ വേലിയേറ്റ വെള്ളപ്പൊക്കം കൊണ്ട് സഹിച്ചു പോകുന്ന വൻ ദുരിതങ്ങൾ ഒട്ടും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഒരു ഇടത്ത് ഇതിലേക്ക് നമ്മൾ എങ്ങനെയെങ്കിലും നമ്മളെ കൊണ്ടാകാവുന്ന വിധം ശ്രദ്ധ ക്ഷണിക്കാൻ ഉള്ളൊരു ശ്രമമാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നാടകീയമായിട്ട് ഒന്നുമില്ല. ഈ പല പ്രദേശങ്ങളിൽ പോയി കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെ പച്ചപ്പൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കും. ഹരിതാപമായ കേരളം എന്ന് കിടക്കുന്ന സ്വതവേയുള്ള ഒരു ഫോൾസ് നോഷൻ അവിടെ വരാറുണ്ട്. പക്ഷെ വാസ്തവത്തിൽ അവിടെ നടക്കുന്ന ഒരു വൻ ദുരന്തമാണ് അത്. ഡെഫിനറ്റ്ലി അതിനകത്ത് 2 മേജർ കോസസ് ഉണ്ട്. അതിനകത്ത് ഒന്ന്, നമുക്ക് ആർക്കും ഇതിന് ഉത്തരവാദിത്വം ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത വിധം നഗരവാസികളായ നാം എങ്ങനെയാണ് നമ്മുടെ ഒരു നഗരത്തിന് മറ്റു ഒരു കാര്യത്തിനോടും യാതൊരു തരത്തിലുള്ള ഒരു കെയർ ഇല്ലാതെ എടുത്തിരിക്കുന്നതാണ് നമ്മുടെ ഡെവലപ്മെന്റിന്റെ മാനദണ്ഡങ്ങൾ. പ്രത്യേകിച്ച് കഴിഞ്ഞ 30-35 വർഷങ്ങളിൽ സംഭവിച്ചിരിക്കുന്നത് വെള്ളത്തിന് പോകാൻ ഇടമില്ലാത്ത വിധം, ഞാൻ പറയുന്നത് ഇപ്പൊ മഴവെള്ളത്തിന്റെ കാര്യം മാത്രമാണ്, പോകാൻ ഇടമില്ലാത്ത വിധം ആയി തീർത്തിരിക്കുന്ന ഒരു ദുരവസ്ഥ. അത് കൂടാതെ എങ്ങനെയൊക്കെയോ കാര്യങ്ങൾ ഒത്തുപോയിക്കൊണ്ടിരുന്ന കാരണം ആരും കടലിനെ കുറിച്ചോ അല്ലെങ്കിൽ കടലിൽ കളിക്കുന്ന റോളെ പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷെ ഇന്ന് കടലിനും പനി പിടിച്ചിരിക്കുകയാണ്. കുറെ കാലമായിട്ട് പറയുന്നത് എന്ന് വെച്ചാൽ കടൽ നിരപ്പ് കൂടും, ആഗോള താപനത്തിന്റെ ഒപ്പം എന്ന് പറഞ്ഞു തൊണ്ടവെള്ളം വറ്റിയിട്ടുള്ള ഒരുപാട് നല്ല മനുഷ്യരുണ്ടായിട്ടുണ്ട്. പക്ഷെ ആരും പറഞ്ഞാൽ കേട്ടില്ല. ഇപ്പോൾ പക്ഷെ അവസാനം നമ്മൾ ആ ലൈൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോ കടൽ നിരപ്പ് കൂടിയിട്ടുണ്ട്.
ഒരു ചെറിയ ഒരു വർധനവ് തന്നെ കരയിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു വൻ വർധനവായി മാറുന്നു. അതുകൊണ്ട് മുമ്പ് കൃത്യമായിട്ട് നമുക്ക് പ്രവചിക്കാൻ പറ്റുന്ന വേലിയേറ്റങ്ങൾ ഇപ്പോൾ പ്രവചനാതീതമായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ വേലിയേറ്റം ഇന്ന് 10 വർഷത്തിന് മുമ്പേ വേലിയേറ്റം അല്ല ഇന്നത്തെ വേലിയേറ്റം. അത്രയും അധികം അതിന് തോത് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഒരുപാട് ഉള്ളിലോട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ഓൾറെഡി വെള്ളത്തിന് പോകാൻ ഇടവില്ല. ഇതും കൂടി ആയി വരുന്ന സമയത്ത് പണ്ട് ഒരു 3-4 ദിവസം നിശ്ചിത ഒരു ചാന്ദ്രമാസത്തിലും ഒക്കെ സംഭവിക്കുന്ന ഒരു പ്രതിഭാസം 3-4 ദിവസത്തിൽ ഇത് വരും പോകും എന്ന് അതിനെ ചുറ്റിപ്പറ്റി ജീവിതത്തിന്റെ താളത്തിന്റെ ഭാഗമായി മാറ്റിയിരിക്കുന്ന ഒരു ജനത ഇന്ന് അവരാകെ അമ്പരപ്പിലാണ്. കാരണം ഇത് വരുന്ന തോത്, വരുന്ന സമയങ്ങൾ കയറി വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകാൻ പറ്റാതെ അവിടെ ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങളോളം കെട്ടിക്കിടക്കുന്ന വെള്ളം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നമുക്ക് ചിന്താതീതം ആണ്. പലയിടത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ ഒന്നാമത് ഇത് ഏറ്റവും ബാധിക്കുന്നത് സത്യം പറഞ്ഞാൽ സ്ത്രീകളെ തന്നെയാണെന്ന് പറയുന്നത്. കാരണം ഇത് പലപ്പോഴും കുഞ്ഞു കുഞ്ഞു അടുക്കളകളിൽ മുഴുവൻ കയറുന്നു. 2:30-3 മണിക്കൊക്കെ എണീറ്റിട്ടാണ് ഈ വെള്ളം തെക്കിക്കളയേണ്ടി വരുന്ന ഒരു അവസ്ഥ. എന്നിട്ട് വേണം ജീവിതത്തിന്റെ ബാക്കി കാര്യങ്ങൾ മുഴുവൻ ചെയ്തെടുക്കാൻ. അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ, കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് വിടാനുള്ള പാട്, കക്ക പോലത്തെ ചില ഇനങ്ങൾ പിറക്കാൻ കിട്ടാതാവുന്ന അവസ്ഥകൾ, ഫലവൃക്ഷങ്ങൾ ഒക്കെ വരണ്ട് നശിച്ച് എന്നത്തേക്കും ഇല്ലാതെ പോകുന്നത്, ഇലക്ട്രിക് ഷോക്സ്, അതുപോലെ പാമ്പുകൾ പോലെ അമ്പരന്ന് കുറെ ജീവികൾ ചിലപ്പോൾ വീട്ടിനകത്തേക്ക് അടിച്ചു കയറി വരുന്ന ഒരു അവസ്ഥ. എല്ലാം സാധനങ്ങൾ നിൽക്കുന്നത് ഇവിടെ ചെയ്തിരിക്കുന്ന ഇൻസ്റ്റലേഷൻ അതിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. എല്ലായിടത്തും സിമെന്റിന്റെ കട്ടകൾ, ചെറിയ ചെറിയ ഇഷ്ടികൾ വെച്ചിട്ട് അതിന് മുകളിലാണ് കട്ടിൽ, അതിന് മുകളിലാണ് മേശ, അതിന് മുകളിലാണ് കസേര, മുതലായ സർവ്വസാധനങ്ങൾ. പിന്നെ ഇലക്ട്രിക് ഷോക്ക് പേടിച്ചിട്ട് വീടുകളിൽ ഒരു മരക്കമ്പ് കരുതിയിട്ടുണ്ടാവും. മേശയിൽ എടുത്തിട്ട് വേണം അടിക്കാനായിട്ട്, ചിലപ്പോൾ അല്ലെങ്കിൽ ഷോക്ക് അടിക്കും. ഏറ്റവും ദാരുണം പ്രത്യേകിച്ച് സിറ്റീസിലൊക്കെ നമ്മൾ ഒരുവിധം എപ്പോഴും ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്ന രണ്ടിടം ഒരു വീട്ടില് അവിടുത്തെ കക്കൂസും അവിടുത്തെ അടുക്കളയുമാണ്. കിടക്കൊച്ചിയിലൊക്കെ ആൾക്കാർ നമ്മളോട് പറയുന്നു വേലി ഇറക്കത്തിന് സമയം നോക്കിയിട്ട് വേണം കക്കൂസിൽ കോറും. ജലം മലം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആർട്ടിസ്റ്റ് AP സുനിൽകുമാർ ഒരു വർക്ക് ചെയ്തേക്കാം. ഇതൊക്കെയാണ് കലയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇതിലേക്ക് എങ്ങനെയെങ്കിലും ഇതിന്റെ ഒരു എന്താ പറയാ, ഇതിന്റെ ഒരു ആഴല്ല, അല്ലാതെ എന്താ വിളിക്കുക, ഇതിലേക്ക് കാണീനെ കൂടി കൊണ്ടുവരുന്ന സമയത്താണ് മനസ്സ് തുറക്കുക, അലിയ മനസ്സിലാക്കുക. ഇത് ഇന്ന് ഇവിടങ്ങളിൽ അത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ പ്രകൃതി ഓൾറെഡി നമുക്ക് ഇത്രയും പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രകൃതി ഓൾറെഡി കൊച്ചിക്കാർക്കൊക്കെ ഒരു വാർണിംഗ് തന്നിട്ടുണ്ട്. ജനുവരി 5-ാം തീയതിയാണ് ഇത് സംഭവിച്ചത്. കൊച്ചിയില് വെല്ലിംഗ്ടൺ ഐലൻഡിലെ ടൈഗൽ ഗേജിൽ ഏറ്റവും ഉയരത്തിലുള്ള വേലിയേറ്റം രേഖപ്പെട്ടു. ആ രേഖപ്പെടുത്തിയ വേലിയേറ്റ് പെട്ടെന്ന് ഇവിടെ ഇപ്പോൾ ചന്ദ്രന് ഗുരുത്വാകർഷണം കൂടിയിട്ട് കൊണ്ടൊന്നുമല്ല. ഇത് സംഭവിച്ചിരിക്കുന്നത് കടൽനിരപ്പ് വർദ്ധിച്ചത് കൊണ്ട് തന്നെയാണ്. അന്ന് പെട്ടെന്ന് ഈ ചെലവന്നൂർ, കടവന്ത്ര, പനമ്പിള്ളി നഗർ എന്നീ ഇടങ്ങളിൽ ജലം, അവിടുത്തെ വാട്ടർ ബോഡീസ് വെള്ളം പൊങ്ങി. അടുത്ത ദിവസം പത്രത്തിൽ വന്നു, വിചിത്രമായിട്ടുള്ള പ്രതിഭാസം കണ്ടു. അടുത്ത ദിവസം തന്നെ ഇത് താഴ്ന്നു പോവുകയും ചെയ്തു. അപ്പോ എന്താ ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീടാണത് മനസ്സിലായത്. ഇത് ഡയറക്ട്ലി ഈ വെള്ളത്തിന്റെ തോത് കൂടിയിട്ട് തന്നെയാണ്. അന്ന് ചില മഹാന്മാരുടെ വീട്ടിലൊക്കെ വെള്ളം കയറിയത് കൊണ്ട് ഇത് ആദ്യമായിട്ട് വളരെ കാര്യഗൗരവത്തോടെ ചർച്ച ചെയ്യപ്പെട്ടു. എറണാകുളം ജില്ലയിൽ മാത്രമാണ് ആൾക്കാർക്ക് ഈ ഇങ്ങനത്തെ വേലിയേറ്റ വെള്ളപ്പൊക്ക പ്രശ്നം, ദുരിതം നേരിടുന്ന ആൾക്കാർക്ക് ചെന്നിട്ട് കരമടച്ച കടലാസ് ഉറപ്പ് വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് എന്ന് രേഖപ്പെടുത്താനുള്ള ഒരു റൈറ്റ് കിട്ടിയിരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാലം അങ്ങനെ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ നമ്മളിത് മനസ്സിലാക്കണം, ഇതൊരു പ്രശ്നമായിട്ട് പോലും കണക്കാക്കരുത്. അധികം കാലം ബാക്കിയില്ല. ഇത് വരാനിരിക്കുന്ന ഒരു സമയത്തിന്റെ ഒരു സൂചന, പ്രവർത്തിക്കേണ്ട സമയമായി. പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേർന്ന്, ഹൃദയത്തോടു കൂടിയിട്ട് ചേർന്ന് നിന്ന് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സങ്കല്പം തിരിച്ച് ഊർജ്ജസ്വലമാക്കിയാൽ മാത്രമേ സാധിക്കൂ. ഇതാണ് കബൂമിന്റെ ഒരു എന്താ പറയുക സ്നേഹ സന്ദേശം. പ്രതിബദ്ധതയുടെ ഭാഗമാണ്, പക്ഷെ അത് ഇറ്റ്സ് നോട്ട് ഫോഴ്സ്ഡ്.
Nobody is forcing her to do something. വരണമല്ലോ. അതെ, അത് ദാറ്റ്സ് ബിക്കോസ് ഇറ്റ്സ് ഓൾസോ ബ്രിങ്ങിങ് ജോയ്. അത് ഉള്ളിൽ നിന്ന് വരുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് എവിടെയോ ഒരിക്കൽ വായിച്ചിട്ടുണ്ട്, മേ യു ബി ബ്ലെസ്ഡ് ഇനഫ് ടു ലിവ് ഇൻ ഇൻട്രസ്റ്റിംഗ് ടൈംസ്. ആക്ച്വലി ദീസ് ആർ ഇൻട്രസ്റ്റിംഗ് ടൈംസ്. ദീസ് ആർ വെരി ഇൻട്രസ്റ്റിംഗ് ടൈംസ്. നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഓപ്പർച്യൂണിറ്റി, ബിക്കോസ് ദ വേൾഡ് ഇസ് ക്രംബ്ലിംഗ് ആൻഡ് എ ക്രംബ്ലിംഗ് വേൾഡ് ആക്ച്വലി ഗിവ്സ് യു ഓപ്പർച്യൂണിറ്റീസ്. ആ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരുന്ന ഒരു ഇടം കൂടിയാണ് കബൂം. സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഒരു ബഹിർസ്ഫുരണമാണ് എന്ന് ഞാൻ പറയും. ഏതായാലും ഇവിടെ കേരള മ്യൂസിയത്തിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന എക്സിബിഷൻ നടത്തുകയാണ്. എറണാകുളം, കൊച്ചി. നമ്മൾ പില്ലർ 349 ഇവരുടെ പ്രോജക്റ്റുകളെ ഹെൽപ്പ് ചെയ്യണം. എങ്ങനെ ഇത് മുന്നോട്ട് പോകാൻ സഹായിക്കും, എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിച്ച് ഇതിന്റെ ഒരു ഇമ്പാക്റ്റ് എത്രത്തോളം വരുമെന്ന് ധരിപ്പിക്കുകയും വേണം. ആരെയും പേടിപ്പിക്കാനല്ല കേട്ടോ, മനുഷ്യനെ നന്നാക്കാനും നന്മകൾ മറ്റുള്ളവർക്ക് എത്തിക്കാനും വേണ്ടിയുള്ള ചെറിയ ശ്രമമാണ് കബൂം. ഹരി നമ്പൂതിരി signing off for Global Indian News USA and Happiness Magic Bay.